എങ്ങനെയാണ് ഈ പോളിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്? സാധാരണ നിലയിൽ ആദ്യം 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ സർവീസ് വോട്ടുകളും ഒപ്പം പോസ്റ്റൽ വോട്ടുകളും സർവീസ് പോസ്റ്റൽ വോട്ടറുകളുടെ എണ്ണം അത് എത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കും? അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതിനുശേഷമല്ലേ ബാലറ്റിലേക്ക് EVM മെഷീനിലേക്ക് കടക്കുക? രതീഷ 7:30 തന്നെ സ്ട്രോങ് റൂം തുറക്കും. ആ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ രതീഷ് പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടും സർവീസ് വോട്ടുകളും എണ്ണും. സർവീസ് വോട്ടുകൾക്ക് ശേഷം ഈ വീട്ടിൽ പോയി ചെയ്ത പ്രായമായ ആളുകളുടെ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൂടി ചെയ്യും, അതുകൂടി എണ്ണും. അതിനുശേഷമായിരിക്കും പിന്നീട് ഇലക്ട്രൽ ബാലറ്റിലേക്ക് കടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ട്രെൻഡ് കൃത്യമായി മനസ്സിലാകും. ഏകദേശം ഒരു 8:20 കൂടി ആദ്യ പൾസ് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം എണ്ണി തുടങ്ങുക വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ട് എണ്ണിയതിനു ശേഷം രതീഷ് പറഞ്ഞതുപോലെ തൊട്ടടുത്ത മൂത്തേടം പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണും. എടക്കരയുണ്ട്. അതിനുശേഷം പിന്നീട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങൾ എണ്ണാൻ കിടക്കുന്നു. ചുങ്കത്തറ ഇതിനിടയ്ക്ക് എണ്ണാനുണ്ട്. ഏറ്റവും ഒടുവിൽ എണ്ണാനുള്ള 2 പഞ്ചായത്തുകൾ, അത് കരുളായി, അതോടൊപ്പം തന്നെ കരുളായിക്ക് ശേഷം പിന്നീട് ഏറ്റവും ഒടുവിൽ അമരമ്പലത്ത് ഒരു അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയൊരു മുന്നേറ്റം വഴിക്കടവ് മൂത്തേടമൊക്കെ എണ്ണുമ്പോൾ വലിയൊരു മുന്നേറ്റം UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഷിനോജൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഒരു സസ്പെൻസ് ത്രില്ലറായി മാറുമോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഒരു 3000-നടുത്ത് വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDF ക്യാമ്പ് ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ വന്നാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഒരു 8000-ന് മുകളിൽ വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് അവരുടെ കണക്കിൽ. അല്ല എങ്കിൽ പിന്നെ അതിൽ താഴെ വോട്ടിലാണ് വിജയിക്കുന്നത് എങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ള നിലയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ UDF-നെ സംബന്ധിച്ച് ഒരു ജീവമരണ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. LDF-നെ സംബന്ധിച്ചും ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. ഇനിയൊരു തുടർച്ച വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുന്ന തിരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രതീഷ് ഇവിടെ വന്നു പോയതാണ്. ഇവിടെ വന്നപ്പോൾ രതീഷിനടക്കം മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു മണ്ഡലത്തിന്റെ സാധാരണ നിലയിൽ വളരെ കുറച്ച് കാലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് കനത്ത മഴയത്ത് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്, സാധാരണ നിലയിൽ ചൂടൊക്കെ തണുത്താറി പോകേണ്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ ഈ ലോകത്ത് നടന്ന മുഴുവൻ വിഷയങ്ങളും ഇവിടെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ ഇവിടെ നടക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളാണെങ്കിൽ പോലും, ഇസ്രായേൽ യുദ്ധമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണെങ്കിൽ പോലും, അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും ഇവിടെ വലിയ സജീവ ചർച്ചയായി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ വന്നുപോയി. ഏറ്റവും ഒടുവിൽ അഭിലാഷ് മോഹന് MV ഗോവിന്ദൻ നൽകിയ അഭിമുഖത്തിലുള്ള വലിയൊരു ബോംബുണ്ടായിരുന്നു. അത് ഈ മണ്ഡലത്തിൽ വലിയ ചർച്ചയായി മാറുമോ? അതിനുശേഷം ഈ പോളിംഗിന് ശേഷം രമേശ് ചെന്നിത്തല നൽകിയ അഭിമുഖത്തിലും വലിയ രാഷ്ട്രീയ മുനകളുണ്ടായിരുന്നു. സതീശനിസം എന്നൊന്ന് ഇല്ല എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അങ്ങനെ വിജയിച്ചാൽ ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്തം, തോറ്റാൽ ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്തം, ഇതൊരു കൂട്ടായ സംവിധാനമാണ് എന്ന് VD സതീശനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തേക്ക് രമേശ് ചെന്നിത്തല വരുന്നതും നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. എന്തായാലും രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക്, വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണോ വരാൻ പോകുന്നത്? അത് 2 മുന്നണികളെ സംബന്ധിച്ചാണെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയത്തിലാണെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യത്തിലാണെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ കൗതുകകരമാണ്. ഈ പുലർച്ചെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക്.